Hi guys, namaskaram. Welcome to my channel Achu Home. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. സമോസ, സ്വീറ്റ് സമോസ, ചിക്കൻ വെജിറ്റബിൾ സമോസ ഒക്കെ എല്ലാവരും കഴിച്ചിട്ടുണ്ടാവും. അതിൽ നിന്ന് വേറിട്ട് ഇന്ന് നമുക്ക് സ്വീറ്റ് സമോസ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു പാത്രം ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും ആ പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നെയ്യ് ഒന്ന് ചൂടായി കഴിയുമ്പോൾ 2 ടേബിൾ സ്പൂൺ കാഷ്യൂനട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് കാഷ്യൂനട്ട് ഒരു ഗോൾഡൻ കളർ ആവുന്നിടം വരെ തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. കാഷ്യൂനട്ട് ഗോൾഡൻ കളറായി കഴിയുമ്പോഴത്തേക്ക് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഉണക്കമുന്തിരിങ്ങ ചേർത്ത് കൊടുക്കണം. അതും ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഉണക്കമുന്തിരിങ്ങയും കൂടെ ഒന്ന് റോസ്റ്റായി കഴിയുമ്പോൾ ബദാം ചേർത്ത് കൊടുക്കുക. ഇവയെല്ലാം നേരത്തെ തന്നെ അരിഞ്ഞെടുത്ത് വെക്കണം. കാരണം കാഷ്യൂനട്ടും ബദാമും ഒക്കെ പെട്ടെന്ന് അങ്ങ് റോസ്റ്റായി കിട്ടും. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1/2 കപ്പ് തേങ്ങ തിരുമ്മിയതാണ്. തേങ്ങ തിരുമ്മിയും കൂടെ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുക. ഒന്ന് മിക്സ് ചെയ്താൽ മാത്രം മതി, വേറെ ഒന്നും ചെയ്യേണ്ട. ഇതിലേക്ക് പിന്നെ ഈന്തപ്പഴം അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം. ഒരു 8 ഈന്തപ്പഴം ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടെ മിക്സ് ചെയ്തെടുക്കണം. തീ നല്ല ലോ ഫ്ലെയിമിൽ വെച്ചിരിക്കണം. പിന്നെ വേണ്ടത് ഏത്തപ്പഴമാണ്. ഒരു ഏത്തപ്പഴം ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറുപഴം വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാലിപ്പൂവിനോ പാളയംതൊണ്ണോ ഒക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതാണ്. പിന്നെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം തീ ഓഫ് ചെയ്യുക. പിന്നെ തീ ഓണാക്കി വെക്കരുത്. പഞ്ചസാരയ്ക്ക് പകരം ശർക്കര വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബനാന കോക്കനട്ട് സ്വീറ്റ് ആറിക്കഴിഞ്ഞതിന് ശേഷം ഒരു സമോസ ഷീറ്റ് എടുത്ത് സമോസയുടെ ഷീറ്റിൻ്റെ മടക്കുന്നതിനനുസരിച്ച് അത് മടക്കിയെടുക്കുക. ആദ്യം ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ മടക്കിയെടുക്കുക. എന്നിട്ട് അതിലൂടെ അല്പം മൈദയുടെ പേസ്റ്റ് ചേർത്ത് കൊടുത്ത് അവിടെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കുക. അല്ലെങ്കിൽ എണ്ണ ഉള്ളിലേക്ക് കയറും. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള സ്വീറ്റ് അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മതിയാവും സമോസയിലേക്ക് ഇട്ട് കൊടുത്ത് ഫില്ല് ചെയ്തെടുക്കുക. പ്രസ് ചെയ്ത് ഫുള്ള് കവറായിരിക്കണം. ഒട്ടും എണ്ണ ഉള്ളിലേക്ക് കയറാത്ത രീതിയിൽ നല്ല ഷേപ്പിൽ ട്രയാങ്കിൾ ഷേപ്പിൽ കവർ ചെയ്ത് പ്രസ് ചെയ്തെടുക്കുക. ബാക്കി ഭാഗം അല്പം മൈദയുടെ പേസ്റ്റ് തേച്ച് കൊടുത്ത് അവിടെ ഒന്ന് പ്രസ് ചെയ്ത് ഫില്ല് ചെയ്തെടുക്കുക. തയ്യാറാക്കി വെച്ചിട്ടുള്ള ബാക്കി സ്വീറ്റും ഇതുപോലെ സമോസ ഷീറ്റിൽ സമോസയുടെ വലുപ്പത്തിൽ ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കുക. അതിനുശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുക്കിംഗ് ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഡീപ് ഫ്രൈ ചെയ്യാനായിട്ട്. ഓയിൽ ചൂടായി കഴിയുമ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഓരോ സമോസയും ഇട്ട് കൊടുത്ത് തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു ഗോൾഡൻ കളർ ആവുന്നിടം വരെ ഡീപ് ഫ്രൈ ചെയ്തെടുക്കുക. ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഒരു ഗോൾഡൻ കളറാക്കി ഇട്ടിട്ടുണ്ട്. ഈ ഒരു പരുവം മതിയാവും. നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ ബൈ.